എം ജി സെറ്റ് രണ്ട് ഇക്വാലൻസ് ക്ലാസ്സസ് നോട്ട് ഈക്വൽ ആണെന്ന് എടുത്തു. അവയുടെ ഇന്റർസെക്ഷനിൽ ആരും ഉണ്ടാവില്ല എന്ന് കാണിക്കണം. ആരും ഉണ്ടാവില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇന്റർസെക്ഷൻ ആരും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഇന്റർസെക്ഷൻ എം ജി എന്ന് കാണിക്കണം. ഇന്റർസെക്ഷൻ എം ജി എന്ന് കാണിക്കാൻ വേണ്ടി അവയുടെ ഇന്റർസെക്ഷൻ നോൺ എം ജി എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നോൺ എം ജി ആണെങ്കിൽ അവയുടെ ഇന്റർസെക്ഷനിൽ ഒരു എലമെന്റ് വി ഉണ്ടാവും. വി രണ്ട് ഇക്വാലൻസ് ക്ലാസ്സുകളുടെ ഇന്റർസെക്ഷനിൽ വി ഉണ്ടാവും എന്ന് വെച്ചാലോ, വി എവിടെയൊക്കെ ഉണ്ട്? എക്സിന്റെ ക്ലാസ്സിലും ഉണ്ടാവും, വൈന്റെ ക്ലാസ്സിലും ഉണ്ടാവും. വി എക്സിന്റെ ക്ലാസ്സിലുണ്ടെങ്കിൽ വിയും എക്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. വി വൈന്റെ ക്ലാസ്സിലുണ്ടെങ്കിൽ വിയും വൈയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇനി വിയും എക്സുമായിട്ട് റിലേറ്റഡ് ആണെങ്കിലും തിരിച്ചു പറയാലോ, എക്സ് റിലേറ്റഡ് ടു വി ആണെന്നും പറയാലോ, കാരണം ആറ് ഇക്വാലൻസ് റിലേഷൻ ആണ്. ഇപ്പൊ വി റിലേറ്റഡ് ടു എക്സ് ആയതുകൊണ്ട് തിരിച്ച് എക്സ് റിലേറ്റഡ് ടു വി എന്ന് പറഞ്ഞു. വി റിലേറ്റഡ് ടു വൈ അങ്ങനെയാണ് എഴുതി. അപ്പോൾ എന്തായി? എക്സ് റിലേറ്റഡ് ടു വി റിലേറ്റഡ് ടു വൈ, സോ എക്സ് റിലേറ്റഡ് ടു വൈ. ട്രാൻസിറ്റിവിറ്റി വെച്ച്, കാരണം ഇക്വലൻസ് റിലേഷൻ അല്ലേ. അപ്പോ എന്തായി? എക്സ് റിലേറ്റഡ് ടു വൈ ആയി. എക്സ് റിലേറ്റഡ് ടു വൈ ആണെങ്കിലോ, തൊട്ടു മുന്നേ പറഞ്ഞ പ്രോപ്പർട്ടി എന്താ? എക്സ് റിലേറ്റഡ് ടു വൈ ആണെങ്കിൽ ഇക്വലൻസ് ക്ലാസ് ഓഫ് എക്സും ഇക്വലൻസ് ക്ലാസ് ഓഫ് വൈയും സെയിം എന്നല്ലേ പറഞ്ഞ്. അപ്പോൾ എക്സ് റിലേറ്റഡ് ടു വൈ ആയതുകൊണ്ട് തൊട്ടു മുമ്പുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇക്വലൻസ് ക്ലാസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് വൈ. പക്ഷെ നമ്മുടെ ബേസിക് അസംഷൻ ഇതല്ലേ, ഗിവൺ അല്ലേ, ഇവിടെ തന്നിരിക്കുന്നതാണ്. ശരിയല്ലേ? നമ്മള് നോട്ട് ഈക്വൽ എന്ന് അസ്യൂം ചെയ്തേ, പക്ഷെ ഇവിടെ ഈക്വൽ എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു വൺ. So this assumption is wrong. So the second assumption is wrong. So the second assumption is wrong. Second assumption is wrong. എന്താണ് wrong ആയിട്ടുള്ളത്? Equivalence class determined by x intersection equivalence class y not equal to mg എന്നുള്ളത് എന്തായിട്ട് മാറും? ഈക്വൽ ടു mg ആയിട്ട് മാറും. അപ്പോൾ equivalence class of x intersection equivalence class of y equal to mg ആയി. നമ്മൾ എവിടെന്ന് എങ്ങനെ പ്രൂവ് ചെയ്തു? ഇക്വാലൻസ് ക്ലാസ് ഓഫ് എക്സും ഇക്വാലൻസ് ക്ലാസ് ഓഫ് വൈയും ഈക്വൽ അല്ലെങ്കിൽ അല്ലെ, ഇക്വാലൻസ് ക്ലാസ് ഓഫ് എക്സും ഇക്വാലൻസ് ക്ലാസ് ഓഫ് വൈയും ഈക്വൽ അല്ലെങ്കിൽ അവയുടെ ഇന്റർസെക്ഷൻ എം ജി ആയിരിക്കും പ്രൂവ് ചെയ്തല്ലോ. അപ്പോ ഇവിടത്തെ 3 പ്രോപ്പർട്ടിയും ആയല്ലോ. ഏതാ? ഒരു എക്സാമ്പിൾ ആയിട്ട് if A is equal to set 1 2 3 4 5 and B is equal to relational and consider a relation R. R by R is equal to set of all 1 1 2 2 3 3 4 4 5 5 2 3 3 2 4 5 5 4. അപ്പോൾ നോക്കിയേ, ഇത് 1 1 1 2 2 3 3 4 4 5 5 ഇത്രയും ഉള്ളത് കൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. 2 3 ഉണ്ട്, 3 2 ഉണ്ട്, 4 5 ഉണ്ട്, 5 4 ഉണ്ട്. അപ്പൊ സിമെട്രിക് ആണെന്ന് പറയാം.
ഇനി 2 3 3 2 ഉണ്ട്, അപ്പോൾ 2 2 ഉണ്ട്. അതുപോലെ 3 2 2 3 ഉണ്ട്, അപ്പോൾ 3 3 ഉണ്ട്. 4 5 5 4 കൊണ്ട് 4 4 ഉണ്ട്. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ് അല്ലെ. ക്ലിയർലി ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ അല്ലെ. ക്ലിയർലി ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഫ്ലെക്സിബിളും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആയതുകൊണ്ടാണ് അല്ലെ. ഇറ്റ്സ് ആൻ ഇക്വാലൻസ് റിലേഷൻ. Is an equivalence relation on set A what is the equivalence class of 1? What is the equivalence class of 1? Equivalence class of 1 and the equivalence class of 1. Equivalence class of 1. ഇവിടെ ആരൊക്കെ വരിക? 1ന്റെ ക്ലാസ്സിൽ ആരൊക്കെ വരും? 1 റിലേഷൻ ഉള്ള ആൾക്കാർ, 1 റിലേഷൻ ഉള്ള ആൾക്കാർ ആരൊക്കെയാ? 1 1 ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോൾ 1 മാത്രമേ ഉള്ളൂ. ഇനി ഇക്വാലൻസ് ക്ലാസ് ഓഫ് 2ഓ? 2ന്റെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട്? 2 ആയിട്ട് ആരൊക്കെ റിലേറ്റഡ് ആണ് നോക്കുക. 2 2 റിലേറ്റഡ് ആണ്. അപ്പോൾ 2 ഉണ്ട്. 2 3 റിലേറ്റഡ് ആണ്. അപ്പോൾ 2ഉം 3ഉം അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. ഇനി 3ന്റെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടോ നോക്കിയേ. 3ന്റെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട് നോക്കിയേ. 3 3 ഉണ്ട് അല്ലേ. 3 2 ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? 3 റിലേറ്റഡ് ഉള്ള വേറെ ആരുമില്ല. 3ഉം 2ഉം മാത്രമേ ഉള്ളൂ. ഇനി ദാറ്റ് ഓഫ് 4ഓ? ഇക്വാലൻസ് ക്ലാസ് ഓഫ് 4ഓ? 4ന്റെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട്? 4ന്റെ ക്ലാസ്സിൽ 4 ഉണ്ട്. 4ന്റെ ക്ലാസ്സിൽ 5 ഉണ്ട് അല്ലേ. ശരിയല്ലേ. 4 റിലേഷൻ ആണ്. 4 5 റിലേഷൻ ആണ്. അപ്പോൾ രണ്ടാൾക്കാർ 4ഉം 5ഉം മാത്രം. 5ന്റെ ക്ലാസ്സിലോ? ഇക്വാലൻസ് ക്ലാസ് ഡിറ്റർമിൻഡ് ബൈ 5ഓ? 5ന്റെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട്? 5 5 ഉണ്ട്. 5 4 ഉണ്ട്. അപ്പോൾ 5ഉം 4ഉം ഉണ്ട്. ഇനി വേറെ ആരുമില്ലല്ലോ. എയിലെ എല്ലാ എലമെന്റ്സിന്റെയും ക്ലാസ്സുകളായില്ലേ? 1 2 3 4 5. നോക്കിയേ, ഈ രണ്ട് ഇതിലെ ക്ലാസ്സുകൾ നോക്കിയേ. 1ന്റെ ക്ലാസ്സും വേറെ ഏതെങ്കിലും ക്ലാസ്സുമായിട്ട് ഐഡന്റിക്കൽ ആണോ? അല്ല അല്ലെ. 1ന്റെ ക്ലാസ്സിൽ 1 മാത്രമേ ഉള്ളൂ. വേറെ ഒരു ക്ലാസ്സിൽ 1 ഇല്ല. 2ന്റെ ക്ലാസ്സിൽ 2 3, 3ന്റെ ക്ലാസ്സിൽ 3. കണ്ട് ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. 2ന്റെ ക്ലാസ്സും 3ന്റെ ക്ലാസ്സും ഒരുപോലെ ഇരിക്കുന്നു. 4ന്റെ ക്ലാസ്സും 5ന്റെ ക്ലാസ്സും ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ എത്ര ഡിസ്റ്റിങ്ക്ട് ക്ലാസ്സുകളേ ഉള്ളൂ? 1 2 3 4 5. 3 ഡിസ്റ്റിങ്ക്ട് ക്ലാസ്സുകളേ ഉള്ളൂ അല്ലേ. ശരിയല്ലേ. അപ്പോൾ ഇവിടെ 1ന്റെ ക്ലാസ്സിന്റെയും 2ന്റെ ക്ലാസ്സിന്റെയും ഇന്റർസെക്ഷൻ എംപ്റ്റി ആണ്. 1ന്റെ ക്ലാസ്സിന്റെയും 3ന്റെ ക്ലാസ്സിന്റെ ഇന്റർസെക്ഷൻ എംപ്റ്റി ആണ്. 1ന്റെ ക്ലാസ്സിന്റെയും 4ന്റെ ക്ലാസ്സിന്റെ ഇന്റർസെക്ഷൻ എംപ്റ്റി ആണ്. 1ന്റെ ക്ലാസ്സിന്റെയും 5ന്റെ ക്ലാസ്സിന്റെ ഇന്റർസെക്ഷൻ എംപ്റ്റി ആണ്. ഇനി 2ന്റെ ക്ലാസ്സിന്റെയും 3ന്റെ ക്ലാസ്സിന്റെയും ഇന്റർസെക്ഷൻ ആരാ? അത് തന്നെ വരുന്നുണ്ട് അല്ലെ. എംപ്റ്റി അല്ല. 2ന്റെ ക്ലാസ്സിന്റെയും 1ന്റെ ക്ലാസ്സിന്റെയും ഇന്റർസെക്ഷൻ ആണ് എംപ്റ്റി ആണ്. 2ന്റെ ക്ലാസ്സും 4ന്റെ ക്ലാസ്സും ഇന്റർസെക്ഷൻ എംപ്റ്റി ആണ്. 2ന്റെ ക്ലാസ്സും 5ന്റെ ക്ലാസ്സും ഇന്റർസെക്ഷൻ എംപ്റ്റി ആണ്. പക്ഷെ 4ന്റെ ക്ലാസ്സും 5ന്റെ ക്ലാസ്സും ഇന്റർസെക്ഷൻ എംപ്റ്റി അല്ല, സെയിം ആണ് അല്ലെ. അപ്പോ either any two equivalence classes are identical or disjoint. Either any two, അതാണ് തൊട്ട് മുമ്പേ പറഞ്ഞ പ്രൂഫ്. either any two ഇത് മൂന്നാമത് പറഞ്ഞതേ. either any two equivalence classes are identical or disjoint. Either any two equivalence classes are identical or disjoint. Now the disjoint equivalence classes are ആരൊക്കെയാ? The disjoint equivalence classes are 1 പിന്നെ ഏതാ പറഞ്ഞേ? 1 ഉണ്ട്. പിന്നെ ഇത് രണ്ടൊന്നാണല്ലോ. 2 3 ഉണ്ട് അല്ലെ. ആൻഡ് അടുത്ത 2 4 5 ഉണ്ട് അല്ലേ. 4 5ഉം 5 4 ഒക്കെ ഒന്നേനല്ലോ. അപ്പൊ 3 ഡിസ്റ്റിങ്ക്ട് ക്ലാസ്സുകളേ ഉള്ളൂ. നോക്കിയേ, ഈ 3 ഡിസ്റ്റിങ്ക്ട് ക്ലാസ്സുകളുടെ യൂണിയൻ എടുത്താൽ എന്ത് കിട്ടും? 1 2 3 4 5 എന്ത് കിട്ടും? നമ്മുടെ എ കിട്ടിയില്ലേ. ശരിയല്ലേ. Now that is the union of
these equivalence classes, the union of these equivalence classes is equal to 1 union 2 3 union 4 5 is equal to എന്താ വരിക 1 2 3 4 5 is equal to a അല്ലേ. നോക്കിയേ, ഈ മൂന്ന് ക്ലാസ്സുകളിലും എന്തില്ല, ഇവർ തമ്മിൽ ഇന്റർസെക്ഷൻ എം ആണ് അല്ലേ. ഇയാളും ഇയാളുമായിട്ട് ഇന്റർസെക്ഷൻ എം ആണ്. ഫസ്റ്റ് സെറ്റും തേർഡ് സെറ്റും ഇന്റർസെക്ഷൻ എം ആണ്. സെക്കൻഡ് സെറ്റും തേർഡ് സെറ്റും ഇന്റർസെക്ഷൻ എം ആണ്. മൂന്ന് ഡിസ്ജോയിന്റ് ക്ലാസ്സുകൾ. ഇവിടെ യൂണിയൻ എടുക്കുമ്പോൾ എ കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ഈ മൂന്ന് ക്ലാസ്സുകളെയാണ് എന്ത് വിളിക്കുന്നത്, എയുടെ പാർട്ടീഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. Thus partition of A is ആരൊക്കെയാ, 1ന്റെ ക്ലാസ് അല്ലേ, ശരിയല്ലേ. പിന്നെ ആരാ, 1ന്റെ ക്ലാസ് ആരൊക്കെ ഉണ്ട് ഇവിടെ, 1 ഉണ്ട്, 2 3 ഉണ്ട്, 4 5 ഉണ്ട് അല്ലേ, ശരിയാണോ. ഒരു പാർട്ടീഷൻ നമ്മൾ നേരത്തെ പാർട്ടീഷൻ ഡെഫിനിഷൻ പഠിച്ചവരല്ലേ നമ്മൾ. അതായത് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി, ഒരു സെറ്റിനകത്ത് ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ ആ ഇക്വാലൻസ് റിലേഷൻ ഉപയോഗിച്ച് സെറ്റിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. ഒരു സെറ്റിനകത്ത് ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ ആ ഇക്വാലൻസ് റിലേഷൻ ഉപയോഗിച്ചിട്ട് സെറ്റിനെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു സെറ്റിനകത്ത് ഒരു പാർട്ടീഷൻ ഉണ്ടെങ്കിലും അതിന് അവിടെ വെച്ചിട്ട് നമുക്ക് ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് അടുത്ത് പറയാൻ പോകണം. ഇതെന്ന് വെച്ചാൽ പാർട്ടീഷൻ ഇക്വാലൻസ് റിലേഷൻ ഉണ്ടെങ്കിൽ പാർട്ടീഷൻ ചെയ്തെന്നാ പറയണേ അല്ലേ. നെക്സ്റ്റ് നോട്ട്, any partition of a set A, any partition of a set A gives rise to an equivalence relation, R1 A. ഒരു പാർട്ടീഷൻ നമ്മൾ നേരത്തെ കണ്ടത് ഇക്വാലൻസ് റിലേഷനിൽ നിന്ന് പാർട്ടീഷൻ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ പാർട്ടീഷനിൽ നിന്ന് ഇക്വാലൻസ് റിലേഷൻ ഉണ്ടാക്കുന്ന കാര്യം പറയാൻ പോകുന്നു. ഫോർ എക്സാമ്പിൾ, consider a set A. Is equal to 1 2 3 4 5 6 7 and consider a partition 1 2 പിന്നെ 3 4 5 7 6 ഇതൊരു പാർട്ടീഷനാണ്. എന്തുകൊണ്ട് പാർട്ടീഷനായി? ഈ സെറ്റുകളുടെയൊക്കെ യൂണിയൻ എടുത്താൽ എന്ത് വരും? ഈ സെറ്റിന്റെയും ഈ സെറ്റിന്റെയും ഈ സെറ്റിന്റെയും ഈ സെറ്റിന്റെയും കൂടി യൂണിയൻ എടുത്ത് നോക്കിയേ, എ കിട്ടില്ലേ? എ കിട്ടും.
ഈ സെറ്റുകളെല്ലാം തന്നെ എന്താണ്? ഈ സെറ്റുകളെല്ലാം തന്നെ ഡിസ്ജോയിന്റ് ആണ് അല്ലെ? ഇവയ്ക്കിടയിൽ കോമൺ എലമെന്റ്സ് ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവയ്ക്ക് തമ്മിലില്ല അല്ലെ? ഇവയ്ക്ക് തമ്മിലില്ല, ഇവയ്ക്ക് തമ്മിലില്ല, ഇവയ്ക്ക് തമ്മിലില്ല. ഇതിനകത്തുള്ള ഏത് രണ്ട് പെയർ ഓഫ് സെറ്റ്സ് എടുത്താലും അവയ്ക്ക് തമ്മിൽ എന്തില്ല? ഏത് പെയർ എടുത്താലും അവയ്ക്ക് തമ്മിൽ എന്തില്ല? ഇന്റർസെക്ഷൻ empty ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ പാർട്ടീഷൻ. ഈ പാർട്ടീഷനിൽ നിന്ന് നമുക്ക് ഒരു ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഈ ഓരോന്നിനെയും ഓരോ സെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ സെല്ലിലെ കൺസിഡർ ദ സെൽ. കൺസിഡർ ദ സെൽ 1 2 എന്ന സെല്ലിൽ നിന്ന് ഓഫ് ദ പാർട്ടീഷന്റെ 1 2 എന്ന സെല്ലിൽ നിന്ന് നമുക്കൊരു ഇക്വാലൻസ് ക്ലാസ് ഉണ്ടാക്കാം. This subset of A implies ഇവിടെ 1ന്റെ ക്ലാസ്സിൽ ആരുണ്ടാവും? 1 ഉണ്ടാവും, 2 ഉണ്ടാവും. കാരണം ഇവിടെ 1 ഇവിടെ ഉള്ളതുണ്ട്. എന്ന് വെച്ചാൽ 2ന്റെ ക്ലാസ്സിൽ ഇതാണല്ലോ, 1ന്റെ ക്ലാസ്സിൽ 2ന്റെ ക്ലാസ്സിൽ ആയിട്ട് എടുക്കുക. അപ്പോൾ ദാറ്റ് ഈസ്, അപ്പോൾ ഇത് വരാനുള്ള റിലേഷൻസ് അങ്ങനെയാണെങ്കിൽ 1 2 ഉണ്ടെങ്കിൽ ഏതൊക്കെ എലമെന്റ്സ് വരും റിലേഷനിൽ? 1 1 ഉണ്ടാവും, 1 2 ഉണ്ടാവും, 2 1 ഉണ്ടാവും, 2 2 ഉണ്ടാവും. എവിടെ ഉണ്ടാവും? R എന്ന റിലേഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പാർട്ടീഷനിൽ നിന്ന് തന്നെ റിലേഷനിൽ ഇത്രയും എലമെന്റ്സ് പറയാൻ പറ്റും. അടുത്ത് നോക്കിയേ, ഈ പാർട്ടീഷനിൽ നിന്ന് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരേ ഒരു എലമെന്റ് പറയാൻ പറ്റുള്ളൂ. Consider the cell 3 of the partition of the set A. ഇവിടെ നിന്ന് നോക്കിയേ, എന്ത് മാത്രം പറയാൻ പറ്റും? 3ന്റെ ക്ലാസ്സിൽ 3 മാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റും, കാരണം ഒരു എലമെന്റിലേ ഉള്ളൂ. ഇനി 4ന്റെ ക്ലാസ്സിൽ 4 5 7 ഉണ്ടല്ലോ, അവിടെ എന്താരൊക്കെ ഉണ്ടാവും? Consider the cell 4 5 7. Simplies 4ന്റെ ക്ലാസ്സിൽ ആരാണ്? 4ന്റെ ക്ലാസ്സിൽ 4ഉം 5ഉം 7ഉം ഉണ്ടാവും. 5ന്റെ ക്ലാസ്സിലും ആരുണ്ടാവും? 7ന്റെ ക്ലാസ്സിൽ ഒരു 3 പേരും ഉണ്ടാവും. കാരണം എന്താ? 4 എന്ന എലമെന്റ് 4ന്റെ ക്ലാസ്സിലുണ്ട്, 5 എന്ന എലമെന്റ് 5ന്റെ ക്ലാസ്സിലുണ്ട്, 7 എന്ന എലമെന്റ് 7ന്റെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ 4ഉം 5ഉം 7ഉം ഉള്ളതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും. അപ്പോ ഇവിടെ റിലേഷനിൽ ആരൊക്കെ എലമെന്റ്സ് ഉണ്ടാവും? 4 4 ഉണ്ടാവും, 4 5 ഉണ്ടാവും, 4 5 ഉണ്ടെങ്കിൽ 5 4 ഉണ്ടാവും, 5 5 ഉണ്ടാവും, പിന്നെ 5 7 ഉണ്ടാവും, 5 7 ഉണ്ടെങ്കിൽ 7 5 ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും? 5 5 ഉണ്ടാവും. എവിടെ ഉണ്ടാവും? നമ്മുടെ റിലേഷൻ ഉണ്ടാവും. ഇനി ഒരാളുണ്ടല്ലോ, ഇനി ഒരാളുള്ള 6 അല്ലെ? അപ്പോ 6ഉം ഒരു പാർട്ടീഷനിലെ ആളല്ലേ? ഇനി കൺസിഡർ സെൽ 6. ഇവിടുന്ന് ആര് മാത്രമേ ഉള്ളാവൂ? 6ന്റെ ക്ലാസ്സിൽ 6 മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് എലമെന്റ് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ അല്ലെ? 3 ഉണ്ടെങ്കിൽ ഇവിടെ ഏത് എലമെന്റ് ആയിരിക്കും നമ്മുടെ റിലേഷൻ ഉണ്ടാവുക? 3 3 മാത്രം റിലേഷൻ ഉണ്ടാവും ഇവിടെ. അതുപോലെ ഇവിടെയാണെങ്കിൽ ഏത് എലമെന്റ് മാത്രം റിലേഷൻ ഉണ്ടാവും? 6 6 മാത്രം നമ്മുടെ റിലേഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ hence we conclude that the relation R is, മുഴുവൻ ആൾക്കാരെ എഴുതാം. The relation R is equal to set of all. ഓക്കെ, ഇവിടെ നോക്കി ആരൊക്കെ ഉണ്ട്? 1 1 1 2 2 1 2 2 അല്ലെ? 1 1 2 2 2 1 2 2 1. അപ്പൊ 1 1
1 1 2 2 എഴുതി ഞാൻ. ഇവിടെ നോക്കി അത് 3 3 ഇവിടെ 3 3 കിടപ്പുണ്ട്. ഇവിടെ 3 3 കിടപ്പുണ്ട് അല്ലേ. അപ്പോ 3 3 എഴുതി. 4 4 അവിടെ കിടപ്പുണ്ട്. 5 5 ഇവിടെ കിടപ്പുണ്ട്. 4 4 5 5. ഇനി അവിടെയുള്ള ആരൊക്കെയാ? ഇവിടെ ഉള്ളതിൽ ഇനി ആരെ എഴുതാനുള്ളൂ? 1 2 2 1 മാത്രമേ ഉള്ളൂ. 1 2 2 1. ഇനി ഇവിടെ 4 5 5 4. പിന്നെ 5 7 7 5 ആയല്ലോ അല്ലേ. 1 2 3 4 5 6 7 8 9 10 11. ഇനി ഒരു പ്രശ്നം ഉണ്ടോ ഇവിടെ? നമ്മൾ പറഞ്ഞതില്ലേ, ഇവിടെ അവിടെ 4 5 7 ഉണ്ടെങ്കിലേ 4 5 ഉണ്ട്, 4 5 ഉണ്ട്, 5 7 ഉണ്ട്. അതൊരു കാര്യം വിട്ടുപോയി. 4 5 ഉം 5 7 ഉം ഉണ്ടെങ്കിൽ ആരുണ്ടാവും? 4 5 ഉം 5 7 ഉം ഉണ്ടെങ്കിൽ 4 7 ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ വിട്ടുപോയി. ഇവിടെ 4 7 ഉണ്ടാവും. ഇവിടെ 4 7 ഉണ്ടാവും. 4 7 ഉണ്ടെങ്കിൽ ആരുണ്ടാവും? 7 4 ഉണ്ടാവും. ശരിയല്ലേ? ശരിയാണോ? ഇനി ആരാണ്? 4 5 ഉണ്ട്. One 2 2 1 1 2 2 3 3 4 4 5 5 1 2 2 1 4 5 5 4 5 7 7 5. പിന്നെ ആരാ? 4 7 7 4. ഇവിടെ ആക്ച്വലി എത്ര എലമെന്റ്സ് വരും? 4 5 7 ഇന്ന് 4 5 7 4 9 എലമെന്റ്സ് വരും അല്ലെ. 1 2 3 4 5 6 7 8 9 അല്ലെ. ഇവിടെ ആണെങ്കിലോ ഇവിടെ 4 എലമെന്റ്സ് അല്ലെ. അപ്പോ 4 9. ഇവിടെ ഒരു എലമെന്റ് അല്ലേ ഉള്ളേ. ഇവിടെ ഒരു എലമെന്റ് ആണ്. ഇവിടെ ഒരു എലമെന്റ് ആണ്. ഇവിടെ 9 എലമെന്റ്സ് ആണ്. ഇപ്പൊ 9 പ്ലസ് ഇവിടെ 10 ആയി. 10 11 12 11 12 13 14 15 എലമെന്റ്സ് ആണ് നമ്മുടെ റിലേഷനിൽ അല്ലേ. 15 ഉണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13. ഇനി ആരൊക്കെ എഴുതാത്തേ? 5 7 7 5. എല്ലാം എഴുതിയോ? 1 1 2 2 3 3 4 4 5 5 1 2 2 1 4 5 5 4 5 7 7 5 4 7 7 4 ആയോ? 1 2 3 4 5 6 7 8 9 10 11 12 13. 2 എലമെന്റ്സ് എഴുതാനുണ്ടല്ലോ. ഇനി ആരൊക്കെ എഴുതാനുള്ളേ? ഇവിടെ ആയില്ലേ? 6 6 എഴുതിയില്ല അല്ലേ. 6 6 7 7 എഴുതിയില്ല അല്ലേ. ഇവിടെ 7 7 ഇല്ലല്ലോ. ഇവിടെ 7 7 ഉണ്ടല്ലോ. 6 6 7 7. അപ്പോ മൊത്തത്തില് 15 എലമെന്റ് റിലേഷനിൽ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ റിലേഷൻ. പാർട്ടീഷനിൽ നിന്ന് ഇക്വാലൻസ് റിലേഷൻ ഉണ്ടാക്കാനും ഇക്വാലൻസ് റിലേഷനിൽ നിന്ന് പാർട്ടീഷൻ ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു. അടുത്തൊരു തിയറമാണ്. ആ തിയറം പറയുന്നത്
if A is a set, then any equivalence relation on any ഒന്നാമത്തെ കാര്യം any equivalence relation R on set A induces a partition of A number 2 and any partition of A gives rise to an equivalence relation R on it. Equivalence relation partition form ചെയ്യും, partition equivalence relation form ചെയ്യും. ഇതാ പറയാം, partition equivalence relation ഉണ്ടാക്കും, equivalence relation partition form ചെയ്യും അല്ലേ? നോക്കിയാലോ. ഫസ്റ്റിന്റെ പ്രൂഫ് നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി എഴുതിയല്ലോ. പ്രോപ്പർട്ടിയിലെ നമ്മുടെ പ്രോപ്പർട്ടി എഴുതിയല്ലേ, എനി ഇക്വാലൻസ് റിലേഷൻ ഓൺ ആർ ഇൻഡ്യൂസസ് എ പാർട്ടീഷൻ എന്നാണ് കാണിക്കേണ്ടത് അല്ലേ? എനി ഇക്വാലൻസ് റിലേഷൻ ആർ ഓൺ എ ഇൻഡ്യൂസസ് എ പാർട്ടീഷൻ എന്നല്ലേ കാണിക്കേണ്ടേ? Any equivalence relation induces a partition. Any equivalence relation induces a partition എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി എഴുതിയാൽ ഇത് നോക്കിയേ, ഇതും മൂന്നാമത്തത് നോക്കിയേ. പാർട്ടീഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കുറെ ഡിസ്ജോയിന്റ് ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യുക, അത് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ആ ഇക്വാലൻസ് ക്ലാസ്സുകളുടെ യൂണിയൻ എടുക്കുമ്പോൾ എന്ത് വരണം? പാർട്ടീഷൻ വരണം. നോക്കിയേ, എയിലെ ഏത് എക്സ് എടുത്താലും ഈ ക്ലാസ്സിന് ഏതെങ്കിലും ഒരു ക്ലാസ്സിനകത്തുണ്ടാവും, എക്സിന്റെ ക്ലാസ്സിനകത്തുണ്ടാവും. രണ്ട് ക്ലാസ്സുകൾ ഐഡന്റിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് ആയിരിക്കും. ഒന്നുകിൽ ഐഡന്റിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് ആയിരിക്കും. അപ്പോൾ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പാർട്ടീഷൻ കിട്ടും അല്ലേ? അപ്പോ ഇതിന്റെ പ്രൂഫ് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്നെങ്കിൽ എന്ത് എഴുതിയാൽ മതി? അവിടെ എയുടെയും സിന്റെയും പ്രൂഫ് അങ്ങ് എഴുതിയാൽ മതി. We have a x element of x for all x belongs to A. Also we have, എക്സാമിന് essay question ചോദിക്കുമ്പോൾ ഇവിടെ we have എന്ന് എഴുതി കളയല്ല, അതിന്റെ പ്രൂഫാണ് അവിടെ എഴുതേണ്ടത്. Equivalence class of x is equal to equivalence class of y, or either any two classes are identical or disjoint. So these disjoint equivalence classes
gives the partition. These disjoint equivalence classes gives the partition. അപ്പോൾ ഒന്നാമത്തേന് പ്രൂഫായി. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ ഈ പാർട്ടും നമ്മളവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. പ്രൂഫ് എവിടെ നോക്കണം? അല്ലെ, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ പ്രൂഫ് അവിടെ എഴുതേണ്ടി വരും എക്സാമിന് എഴുതി ചോദിക്കുമ്പോൾ. നോട്ട് എഴുതുമ്പോൾ അവിടെ പ്രൂഫ് എഴുതുക കേട്ടോ. അടുത്ത് ഇനി രണ്ടാമത്തേത് രണ്ടാമത്തെ പ്രൂഫിന് വേണ്ടിയിട്ട് കൺസിഡർ എ പാർട്ടീഷൻ. Consider a partition A1, A2, etc. An of the set capital A define the relation. നമ്മൾ നേരത്തെ ആ പ്രോബ്ലം ചെയ്തതുപോലെയാണ്. Define the relation R on A by ഇക്വാലൻസ് റിലേഷൻ ഫോം ചെയ്യണമെന്നാണ് പറയണം ഈ പാർട്ടീഷൻ അല്ലേ. എക്സ് റിലേറ്റഡ് ടു വൈ, എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻ ദ സെയിം സെൽ, ആർ ഇൻ ദ സെയിം സെൽ ഓഫ് ദ പാർട്ടീഷൻ. ഇത് ഓരോന്നും സെല്ലുകളാണ്. ഏത് A1 ഒരു സെല്ലാണ്, A2, A3 ഓരോ സെല്ലുകളും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആകെ എക്സ് റിലേറ്റഡ് ടു വൈ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന, എക്സും വൈയും ഒരേ സെല്ലിലുണ്ടെങ്കിൽ, പാർട്ടീഷന്റെ ഒരേ സെല്ലിലുണ്ടെങ്കിൽ എക്സ് റിലേറ്റഡ് ടു വൈ ആയിരിക്കും. അതെവിടെ ഉണ്ടാവും? ആകുന്ന റിലേഷൻ ഉണ്ടാവും. അല്ലെ, ഇത് ഇക്വാലൻസ് റിലേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. ഇത് ഇക്വാലൻസ് റിലേഷൻ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ എന്ത് ചെയ്തു? ഈ ആകുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഓർഡേഡ് പെയർ എ ബി എങ്ങനെയാ? വേർ എയും ബിയും എവിടുത്തെ എലമെന്റാ? എയും ബിയും എയിലെ എലമെന്റ് ആണ്. ആൻഡ് എയും ബി ഓർഡേഡ് പെയർ എ ബി ആറിനകത്ത് വരുന്നത് എപ്പോഴാ? എ ആൻഡ് ബി ആർ ഇൻ ദ സെയിം സെൽ. ഇത് ഇക്വാലൻസ് റിലേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇക്വാലൻസ് റിലേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി റിഫ്ലെക്സീവ്, സിമെട്രിക്കും ട്രാൻസിറ്റീവ് മതി. ഞാൻ റിഫ്ലെക്സീവ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാ. റിഫ്ലെക്സീവ് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാം? എനിക്ക് എ ഇത് മതിയല്ലോ. എ എന്ന എലമെന്റ് എവിടെ ഉണ്ടാവണം? ആറിനകത്ത് ഉണ്ടാവണം. ഫോർ ഓൾ എ ബിലോങ്സ് ടു എ എങ്കിൽ therefore ആർ റിഫ്ലെക്സീവ് ആവും അല്ലെ. അപ്പൊ എ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമുക്കറിയാം, ഞാൻ എടുത്തു എ എലമെന്റ് ഓഫ് AI. element of A എവിടെയുണ്ട്? A is in the cell AI. AI എന്ന സെല്ലിനകത്തുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ആരുണ്ട്? A and A. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഒരാൾ ക്ലാസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ 2 പ്രാവശ്യം ക്ലാസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ ക്ലാസ്സിലുള്ളത് തന്നെയാണല്ലോ. A and A are in the same cell. AI അല്ലേ. അപ്പോ എവിടെയുണ്ട്? എയും AI എന്ന സെല്ലിൽ ഉണ്ടെങ്കിൽ ഓർഡർ പെയർ എ എവിടെയുണ്ട്? ആറിലുണ്ട്.
എയിലെ ഏത് എലമെന്റ് എടുത്താലും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് ആർ റിഫ്ലെക്സീവ് ആവും. ആർ സിമെട്രിക് ആവാൻ വേണ്ടി എന്ത് കാണിക്കണം? സപ്പോസ് എ റിലേറ്റഡ് ടു ബി. എ റിലേറ്റഡ് ടു ബിന്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ് എ ആൻഡ് ബി ആർ ഇൻ, അങ്ങനെയല്ലേ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ടല്ലേ? എ ആൻഡ് ബി ആർ ഇൻ സെയിം സെൽ. സെയിം സെൽ. എ ആൻഡ് ബി ആർ ഇൻ സെയിം സെൽ ആണെങ്കിൽ തിരിച്ചു പറയാമല്ലോ, ബി ആൻഡ് എ ആർ ഇൻ സെയിം സെൽ. ബി ആൻഡ് എ ആർ ഇൻ ദ സെയിം സെൽ. അപ്പോഴെന്താവും? പി റിലേറ്റഡ് ടു എ ആവും. therefore ആർ എന്താവും? സിമെട്രിക് ആവും. ആർ റിഫ്ലെക്സീവ് ആയി, ആർ സിമെട്രിക് ആയി. അടുത്ത് ട്രാൻസിറ്റിവിറ്റി പ്രൂവ് ചെയ്യണ്ടേ? ട്രാൻസിറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ കഴിയാ. സപ്പോസ് എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി. ഇതിന്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ്, ഇതിന്റെ മീനിങ് എന്താ? എ റിലേറ്റഡ് ടു ബി എന്ന് വെച്ചാൽ എ ആൻഡ് ബി ആർ ഇൻ സെയിം സെൽ. ബി റിലേറ്റഡ് ടു സി എന്ന് വെച്ചാൽ ബി ആൻഡ് സി ആർ ഇൻ സെയിം സെൽ. അപ്പോഴോ? ദാറ്റ് ഈസ് എ ആൻഡ് ബി ആർ ഇൻ ദ സെയിം സെൽ. അടുത്ത് ബി റിലേറ്റഡ് ടു സി എന്ന് വെച്ചാൽ ആൻഡ് ബി ആൻഡ് സി ആർ ഇൻ സെയിം സെൽ. ആർ ഇൻ ദ സെയിം സെൽ. നോക്കട്ടെ, എയും ഇതിന്റെ മീനിങ് എന്താ? എയും ബിയും സിയും ഒക്കെ ഒരു സെല്ലിലുണ്ടെന്നല്ലേ? ദാറ്റ് ഈസ്, എനിക്ക് എന്ത് പറയാം? എ ആൻഡ് സി ആർ ഇൻ സെയിം സെൽ. എ ആൻഡ് സി ആർ ഇൻ ദ സെയിം സെൽ. സോ എ റിലേറ്റഡ് ടു സി. അപ്പൊ എ റിലേറ്റഡ് ടു ബി എന്ന്, എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി ഉണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു സി ആയി. therefore ആർ ഈസ് transitive. Hence R is an equivalence relation. Hence R is an equivalence relation. Hence R is an equivalence relation. ഒരു റിലേഷൻ, സോറി, ഒരു പാർട്ടീഷൻ ഉണ്ടെങ്കിൽ ആ പാർട്ടീഷനിലെ ഓരോ സെല്ലുകളിൽ നിന്ന് ആ റിലേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. ഓർമ്മിച്ച് വെക്കണം. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ ബാക്കി ചെയ്യാൻ എളുപ്പമാണ്. റിലേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യണം? എക്സ് റിലേറ്റഡ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻ ദ സെയിം സെൽ ഓഫ് ദ പാർട്ടീഷൻ. ശരിയല്ലേ? അപ്പോ ഈ തിയറത്തിന്റെ പ്രൂഫായി. രണ്ട് സൈഡും പ്രൂവ് ചെയ്തു. ഒരു എക്സാമ്പിൾ കൂടി പറയാം. Let capital A is equal to 1, 2, 3, 4, 5, 6, 7, 8, 9 1 മുതൽ 12 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. Define a relation R on, define a relation R on A by ഇപ്പോ എക്സ് റിലേറ്റഡ് ടു വൈ അല്ലെങ്കിൽ എക്സ് വൈ എലമെന്റ് ഓഫ് ആർ, എക്സ് വൈ എലമെന്റ് ഓഫ് ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് മൈനസ് വൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് വൈ. ഇതാണ് റിലേഷൻ. എക്സും വൈയും തമ്മിൽ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ ഇതാണ്, എക്സ് മൈനസ് വൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആവണം. അല്ലെ? എക്സ് മൈനസ് വൈ മൾട്ടിപ്പിൾ ഓഫ് 5 ആവണം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരികയാൽ മതി ഇതിനെ. Show that R is an equivalence relation on A. First question. Show that R is an equivalence relation on A. Show that R is an equivalence relation on A
Second, determine the equivalence classes. Determine the equivalence classes. Determine the equivalence classes and partition of A. And partition of A. Determine the equivalence classes and partition of A induced by R. So, ആകുന്ന റിലേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആകുന്ന റിലേഷൻ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? എക്സ് മൈനസ് വൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. ഇനി ആർ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് എങ്ങനെ കാണിക്കാം? ആർ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആർ ഇക്വാലൻസ് എങ്ങനല്ലേ? ആർ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ആറ് റിഫ്ലെക്സീവ് ആണെന്നും ആറ് സിമെട്രിക് ആണെന്നും ആറ് ട്രാൻസിറ്റീവ് ആണെന്നും പറയണം. ആറ് റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ വേണ്ടി എന്ത് പറയണം? ആറ് റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ വേണ്ടി എന്ത് പറയണോടോ? ആർ ഈസ് റിഫ്ലെക്സീവ് എന്ന കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ എന്ത് പറയണം? ആർ ഈസ് റിഫ്ലെക്സീവ് എന്ന കൺക്ലൂഷൻ എത്തണമെങ്കിൽ എ റിലേറ്റഡ് ടു എ for all a element of a എന്ന് പറയണം. ഡോ നമുക്ക് ഒന്നൊന്നായിട്ട് എടുത്തോണ്ട് നോക്കിയിരിക്കാൻ നേരെ ഒന്നുമില്ല. അത് എന്താ നല്ല ശീലമല്ലല്ലോ. ഒന്നൊന്നായിട്ട് വേണം നോക്കാം. 1 - 1 എന്താണ്? എന്താണ്? എ റിലേറ്റഡ് ടു എ ആണ്. എ മൈനസ് എ ഇസ് മൾട്ടിപ്പിൾ ഓഫ് 5 ആവണ്ടേ? എയുടെ പ്ലേസിൽ 1 വന്നാലോ? 1 - 1 0 മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. 2 - 2 0 മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. 3 - 3 0 അല്ലേ? 5 × 0 അല്ലേ? 0 5 × 0 എന്ന് എഴുതുന്നതിന് നഷ്ടമുണ്ടോ? മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. 4 എന്ന് വെച്ചാൽ 4 - 4 0. That is 4 - 4 is a multiple of 5. 5 - 5 is a multiple of 5. 6 - 6 is a multiple of 5. അല്ലേ? നമുക്ക് ഇങ്ങനെ എഴുതാലോ. We have a minus a is equal to 0 is equal to 5 × 0 is equal to multiple of 5. ശരിയല്ലേ? Which implies a minus a is a multiple of 5. ശരിയല്ലേ? a minus a is a multiple of 5. അതുകൊണ്ട് എന്താ? a related to a ആണ് അല്ലേ? x minus y is a multiple of 5 ആകുമ്പോൾ x related to y ആവില്ലേ? ശരിയല്ലേ? അപ്പോൾ എന്തുണ്ടാവും? ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാം. a belongs to R for all a belongs to a. Small a belongs to capital A, so R is reflexive. ഇനി സിമെട്രിക് പറയുന്നത് എങ്ങനെയാ? സിമെട്രിക് പറയുന്നത് എങ്ങനെയാ? സപ്പോസ് a related to b. Suppose a related to b means a b element of R. ഇതിന്റെ മീനിങ് എന്താ? Therefore a minus b is a multiple of 5. a minus b is a multiple of 5 എങ്കിൽ a minus b is equal to k into 5 എന്നാണ്. a minus b is equal to k into 5 ആണെങ്കിൽ മൈനസ് ഓഫ് a minus b നമുക്ക് എന്ത് എഴുതാം? k into 5 എന്ന് എഴുതാം. ഓ മൈനസ് രണ്ട് സൈഡ് മൈനസ് മൾട്ടിപ്ലൈ അല്ലേ? മൈനസ് ഓഫ് a minus b എന്താ? b minus a അല്ലേ? b minus a is equal to മൈനസ് k into 5. അതും മൾട്ടിപ്പിൾ ഓഫ് 5 ആയല്ലോ. അപ്പോൾ എന്താ? b minus a മൾട്ടിപ്പിൾ ഓഫ് 5 ആകുമ്പോൾ b റിലേറ്റഡ് ടു a അല്ലേ? എന്ന് വെച്ചാൽ b റിലേറ്റഡ് ടു a, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓർഡേർഡ് പെയർ b a എലമെന്റ് ഓഫ് R അല്ലേ? b റിലേറ്റഡ് ടു a എന്നുള്ളത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഏത് വേണം നമുക്ക് ചൂസ് ചെയ്യാം. ഓർഡേർഡ് പെയർ b a ആയല്ലോ. Therefore R is symmetric ആയി. നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേ കാര്യത്തിൽ. R സിമെട്രിക് ആയി. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് ട്രാൻസിറ്റിവിറ്റി പറയാം. സപ്പോസ് a related to b and b related to c. a related to b ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓർഡേർഡ് പെയർ a b എവിടെയുണ്ട്? R ലുണ്ട്.
ബി റിലേറ്റഡ് ടു സി ആണെങ്കിൽ ഓർഡേഡ് പെയർ ബി സി എവിടെയുണ്ട്, ആറിലുണ്ട് അല്ലെ. ഓർഡേഡ് പെയർ എ ബി ആറിലുണ്ടെന്ന് അതിന്റെ മീനിങ് എന്താ? എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. ശരിയല്ലേ? എ മൈനസ് ബി ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 5, ഒരു കെ ഇൻറ്റു 5 എന്ന് എഴുതാം. ബി സി എലമെന്റ് ഓഫ് ആർ എന്ന് വെച്ചാൽ മീനിങ് എന്താ? ബി മൈനസ് സി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു 5 എന്ന് എഴുതാം അല്ലെ. സം ഇന്റിജേഴ്സ് കെ ആൻഡ് എം. അപ്പൊ എന്തായി? ദാറ്റ് ഈസ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എങ്ങനെ എഴുതാം? 5k പ്ലസ് 5m. നമുക്ക് ആരെ കട്ട് ചെയ്യാം? ബി കട്ട് ചെയ്യാം. പിന്നെ എന്താവും? എ മൈനസ് സി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു കെ പ്ലസ് എം. അപ്പോൾ എ മൈനസ് സി ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 5. ശരിയല്ലേ? അപ്പോൾ എന്താവും? ഓർഡേഡ് പെയർ എ സി ആറിനകത്തുണ്ടാവും. അപ്പോൾ എന്തായി? എയും എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ആണെങ്കിൽ എ റിലേറ്റഡ് ടു സി ആയി. ഹെൻസ് ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പൊ ആർ റിഫ്ലക്സീവ് ആയി, ആർ സിമെട്രിക് ആയി, ആർ ട്രാൻസിറ്റീവ് ആയി. സോ ആർ ഈസ് an equivalence relation, which implies R is an equivalence relation. R ഒരു equivalence relation ആയല്ലോ. ഇനി എന്ത് വേണം? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതല്ലേ ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? ഷോ ദാറ്റ് R is an equivalence relation on A. ഇനി ഡിറ്റർമിൻ ദ equivalence classes and partition of A induced by R. equivalence classes കണ്ടുപിടിക്കാൻ ഓരോ എലമെന്റിന്റെയും ക്ലാസ് കണ്ടുപിടിക്കാം അല്ലേ. ഇത്തിരി പണിയുണ്ട്. ഓരോ എലമെന്റിന്റെയും ക്ലാസ് കണ്ടുപിടിക്കാൻ. അപ്പോ 1 എടുത്തു. 1 element of A ആണ്. Then the equivalence class determined by 1. ആരാ equivalence class determined by 1? Set of all x in A such that x1 related to 1 അല്ലെങ്കിൽ x1 element of R എന്നാണ് അല്ലേ. x1 element of R. അങ്ങനെയുള്ള എക്സുകൾ വേണം. ആരൊക്കെ വരും എന്ന് വെച്ചാൽ x in A such that x minus 1 is a multiple of 5. അങ്ങനെയല്ലേ? is a multiple of 5. അപ്പോ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ എ, എയിലുള്ള എക്സുകൾ മാത്രം മതി കേട്ടോ, പുറത്തുള്ള എക്സുകൾ എടുക്കില്ല. അപ്പൊ എക്സ് മൈനസ് 1 is 5k. set of all x in A such that x is equal to 5k plus 1. k ന് ഇഷ്ടമുള്ള ഇന്റിജേഴ്സ് കൊടുക്കാം കേട്ടോ. k ന് ഇഷ്ടമുള്ള ഇന്റിജേഴ്സ് കൊടുക്കാം അല്ലേ. ഫോർ എനി ഇന്റിജർ k. ഓക്കെ, ഞാൻ കെക്ക് 0 കൊടുത്താൽ ഇവിടെ എന്ത് വരും? എക്സിന്റെ പ്ലേസിൽ എന്ത് വരും? 1 വരും അല്ലെ. കെക്ക് 1 കൊടുത്താലോ 5 പ്ലസ് 1 6 വരും. കെക്ക് 2 കൊടുത്താലോ 10 പ്ലസ് 1 11 വരും അല്ലേ. അപ്പോൾ 1ന്റെ ക്ലാസ്സിൽ 6ഉം 11ഉം ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇനി ഇത്രയും എലമെന്റ്സ് ഉള്ളത് കൊണ്ടേ ഇവിടെ സമയം കളയാനില്ല. ഇത്രയും എലമെന്റ്സ് എയിലുണ്ട് കേട്ടോ. 12 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്ര എഴുതിക്കൊണ്ടിരിക്കാൻ ഒത്തിരി നേരം പോകും. നമുക്കൊരു പ്രോപ്പർട്ടി അറിയാമല്ലോ. 1 എന്ന എലമെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ 1ന്റെ ക്ലാസ്സിൽ ഇയാളുണ്ടാവും. 6 എന്ന എലമെന്റ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ 6ന്റെ ക്ലാസ്സിലും ഈ ആൾക്കാരെല്ലാം ഉണ്ടാവും. 11ന്റെ ക്ലാസ് ഇത് തന്നെയാണ്. 6ന്റെയും 11ന്റെയും ക്ലാസ് ഇത് തന്നെയാണ്. അപ്പോൾ 1ന്റെയും 6ന്റെയും 11ന്റെയും ക്ലാസ് തന്നെയാണ്. 1ന്റെയും 6ന്റെയും 11ന്റെയും ക്ലാസ് ആയി. അടുത്ത് 2 എടുക്കാം. ഇവിടെ 2 എടുക്കാം. 2 element of A ആണ്. അപ്പോൾ what is equivalence class determined by 2? set of all x in A such that ordered pair x2 element of R. അല്ല, അല്ലെങ്കിൽ x related to 2. അതാണ് ശരി. എല്ലാം ഒന്ന് തന്നെയാണ്. x related to 2 എന്ന് പറയുന്നത് ordered pair x2 element of R എന്ന് പറയുന്നത് സെയിം അല്ലേ. അപ്പോൾ x in A such that x related to 2 എന്ന് മീനിങ് എന്താ? x minus 2 is a multiple of 5. x minus 2 is a multiple of 5. എന്താ? set of all x belongs to A such that x minus 2 is equal to 5k അല്ലെ. 5k എന്നോ 5m എന്നോ എടുക്കാം. k is some integer. k is some integer. അപ്പോൾ is equal to ആരാ വരിക? set of all x in A such that x is equal to 2 plus 5 into k. ശരിയാണോ? അപ്പൊ ആരൊക്കെ വരിക? set of all x in A such that x is equal to 2 plus 5 into 0
അല്ലേ? x is equal to 2 plus 5 into 1, x is equal to 2 plus 5 into 2, ഇങ്ങനെ പോകും. ശ്രദ്ധിക്കണം, ഇവിടെ എന്താ വരിക? അടുത്ത് 2 plus 5 into 3 വന്നാൽ ആരാവും? ഇത് 2 ആയി, ഇത് 7 ആയി, ഇതാണെങ്കിലോ 12 ആയി. അടുത്ത് 15 plus 2 17. എയിൽ 17 ഒന്നും ഇല്ലല്ലോ, എയിൽ 12 വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള എലമെന്റ്സ് മതി അല്ലേ? അപ്പൊ ആരൊക്കെ ഉള്ളൂ? 2 ഉണ്ട്, 7 ഉണ്ട്, 12 ഉണ്ട് 2ന്റെ ക്ലാസ്സിൽ. അപ്പൊ 2ന്റെ ക്ലാസ്സിൽ 2 7 2 2 7 12 എന്നൊരു സെല്ല് കിട്ടി. എന്ന് വെച്ചാൽ 7ന്റെ ക്ലാസ് ഇത് തന്നെയാണ്, 12ന്റെ ക്ലാസ് ഇത് തന്നെയാണ്. ശരിയല്ലേ? നെക്സ്റ്റ് 3 element of A ആണല്ലോ. Then equivalence class determined by 3 എന്താ? Set of all x belongs to എവിടെയാ? A, such that x3 related to element of R. Equivalence relation ആണ്. അപ്പോൾ 3ന്റെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടാവും? Set of all x in A such that x related to 3 means x minus 3 is a multiple of 5 എന്നല്ലേ? Is a multiple of 5. So set of all x in A such that x minus 3 is equal to 5k is equal to set of all x belongs to A such that x is equal to 3 plus 5k. Set of all x belongs to A such that x is equal to 3 plus 5 into 0, comma x is equal to 3 plus 5 into 1, comma x is equal to 3 plus 5 into 2, comma ഇങ്ങനെ പോകും. നോക്കിയേ, 5 into 0 plus 3 3, 5 into 1 plus 3 8, 5 into 2 plus 3 13, 5 into, പക്ഷെ 13 ഇവിടെ ഉണ്ടോ? ഇതുവരെ ഉള്ളേ എയിൽ ഏതൊക്കെ 12 വരെ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ആ 13 അങ്ങ് ഒഴിവാക്കാം. 13 നമുക്ക് ഇവിടെ ഇല്ല ഈ സെറ്റിലെ. ഈ 2 എലമെന്റ്സേ നമ്മുടെ സെറ്റിലുള്ളൂ. അപ്പൊ 3ന്റെ ക്ലാസ് ആണിത്. ഇത് തന്നെയാണ് ആരുടെ ക്ലാസ്സും? ഇത് തന്നെയായിരിക്കും 8ന്റെ ക്ലാസ്സും. 8ന്റെ ക്ലാസ് ഇനി പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് 4ന്റെ ക്ലാസ് കണ്ടുപിടിച്ചാലോ? 4 element of A ആണ്. Then the equivalence class determined by the element 4 എന്ന് വെച്ചാൽ ആരാണ്? Set of all x in A such that x4 എവിടെ ഉണ്ടാവണം? ആറിനകത്ത് ഉണ്ടാവണം എന്ന് വെച്ചാൽ ആരാണ്? Set of all x in A such that x minus 4 is a multiple of 5. അല്ലേ? അപ്പോൾ 4ന്റെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടാവും ഇവിടെ? Set of all x in A such that x minus 4 is equal to 5k. അപ്പോൾ 4ന്റെ ക്ലാസ്സിൽ ആരുണ്ടാവും? Set of all x in A such that x is equal to 4 plus 5k is equal to set of all x in A such that x is equal to 4 plus 5 into 0, comma x is equal to 4 plus 5 into 1. ഇങ്ങനെ പോകും അല്ലേ? അപ്പോൾ നോക്കുമ്പോൾ ആരൊക്കെ വരിക? 4 ഉണ്ടാവും. 5 into 0 0, 0 plus 4 4, അടുത്ത് 5 plus 4 9, അടുത്ത് 10 plus 4 14. 14 ഇവിടെ വരില്ല, കാരണം നമുക്കിവിടെ 12 വരെ ഉള്ളൂ. അപ്പോൾ 4 9. ഈ ക്ലാസ് തന്നെയാണ് ആരുടെ ക്ലാസ്സും? 9ന്റെ ക്ലാസ്. അടുത്ത് 5 element of A. 5 element of A. Then equivalence class determined by 5. Then equivalence class determined by 5 ആരാ? Set of all x belongs to A such that the ordered pair x5 belongs to R is equal to set of all x belongs to A such that ordered pair x5 belongs to R എന്ന് വെച്ചാൽ മീനിങ് എന്താ? x minus 5 is a
മൾട്ടിപ്പിൾ ഓഫ് 5. ശരിയല്ലേ? അതല്ലേ റിലേഷൻ. So set of all x belongs to A such that x minus 5 is equal to 5k is equal to set of all x belongs to k A x is equal to 5 plus 5k. ആരൊക്കെ വരിക? A 5 plus 5 into 0 comma x is equal to 5 plus 5 into 1 x is equal to 5 plus 5 into 2 അല്ലേ? അങ്ങനെ പോകും. അപ്പൊ ആരൊക്കെ നമ്മുടെ സെറ്റിൽ 1 മുതൽ 12 വരെയുള്ളൂ. അപ്പൊ 5 ഉണ്ടാവും, 5 plus 5 10 ഉണ്ടാവും. വേറെ ആരും ഉണ്ടാവില്ലല്ലോ. 5ന്റെ ക്ലാസ്സിൽ 10ന്റെ ക്ലാസ്സും സെയിം ആയിരിക്കും. ശരിയല്ലേ? നോക്കിയേ, എല്ലാ ക്ലാസ്സുകളായല്ലോ. 5ന്റെ ക്ലാസ്സായി, 4ന്റെ ക്ലാസ്സായി, 3ന്റെ ക്ലാസ്സായി, 2ന്റെ ക്ലാസ്സായി, 1ന്റെ ക്ലാസ്സായി അല്ലെ? 0 ഇവിടെ ഇല്ലല്ലോ. 0 ഉണ്ടോ? നമ്മുടെ സെറ്റിൽ 0 എന്ന എലമെന്റ് ഇല്ല. ശരിയല്ലേ? അപ്പോ ഇനി അടുത്ത് നോക്കിയാൽ ഇവിടെ 6ന്റെ 11ന്റെ ആയി അല്ലെ? എല്ലാം 7 12 ആയി, 8 ആയി, 9 ആയി, 10 ആയി. എല്ലാ എലമെന്റ്സും ആയല്ലോ. എല്ലാ എലമെന്റ്സിന്റെയും ക്ലാസ് ആയി. ദാറ്റ് ഈസ് നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇവിടെ ഏതൊക്കെ ക്ലാസ്സുകൾ സെയിം ആയി? ദാറ്റ് ഈസ് 1ന്റെ ക്ലാസ്സും 6ന്റെ ക്ലാസ്സും 11ന്റെ ക്ലാസ്സും സെയിം ആണ് അല്ലെ? ഈ 3 ക്ലാസ്സിലും ആരൊക്കെയുള്ള 1 6 11. അടുത്ത് 2ന്റെ ക്ലാസ്സും 7ന്റെ ക്ലാസ്സും 12ന്റെ ക്ലാസ്സും സെയിം ആണ്. ഈ 3 ക്ലാസ്സിൽ ആരൊക്കെയുണ്ട്? 2ഉം 7ഉം 12ഉം. അടുത്ത് 3ന്റെ ക്ലാസ്സും 8ന്റെ ക്ലാസ്സും സെയിം ആണ്. ഇവിടെ 3ഉം 8ഉം മാത്രം. അടുത്തോ 4ന്റെ ക്ലാസ്സും 9ന്റെ ക്ലാസ്സും സെയിം ആണ്. ഇവിടെ ആരൊക്കെ ഉള്ളൂ? 4ഉം 9ഉം മാത്രം. അടുത്ത് 5ന്റെ ക്ലാസ്സും 10ന്റെ ക്ലാസ്സും സെയിം ആണ്. ഇവിടെ ആരൊക്കെ മാത്രമേ ഉള്ളൂ? 5ഉം 10. ഇനി നോക്കിയേ, ഇതൊരു പാർട്ടീഷൻ അല്ലേ? നോക്ക്, 1 6 7 ഇത് ഈ ഇത്രയും എത്ര 5 പാർട്ടീഷൻസ് അല്ല 5 ക്ലാസ്സുകളുണ്ട് അല്ലെ? ഈ 5 ക്ലാസ്സുകളിലും ഏതെങ്കിലും 2 ക്ലാസ്സുകൾ സെയിം ആണോ? അല്ല, എല്ലാം ഡിസ്റ്റിങ്ക്ട് ആണ്. ഒരിടത്തും കോമൺ എലമെന്റ്സ് ഇല്ല അല്ലെ? ഇവയുടെ യൂണിയൻ എടുത്ത് നോക്കിയേ, 1 2 3 4 5 6 7 8 9 10 11 12 മൊത്തം A കിട്ടുമല്ലോ അല്ലെ? ദിസ് ഈസ് ദ പാർട്ടീഷൻ അല്ലെ? These equivalence classes are these equivalence classes induced partition of A. Induced partition of A by R അല്ലെ? Therefore A എന്തായിരിക്കും? Therefore A എന്തായിരിക്കും? A is equal to set ആരുടെയൊക്കെ? 1 6 11 2 7 12 3 8 4 9 5 10. ഇതല്ലേ പാർട്ടീഷൻ?